പലരും അള്ളാഹു നൽകുന്നതിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ ഹറാമുകൾ ചെയ്യുന്നുണ്ട്, തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ഇസ്ലാം പറഞ്ഞതുപോലെയൊന്നുമല്ല ഞാൻ കച്ചവടം ചെയ്യുന്നത്, ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള ജോലിയല്ല എനിക്കുള്ളത്, ഇസ്ലാം പറഞ്ഞ രൂപത്തിലുള്ള മര്യാദകളൊന്നും ഞാൻ അധികവും പാലിക്കുന്നില്ല, എന്നിട്ടും എനിക്ക് കച്ചവടത്തിൽ ലാഭമുണ്ട്, എനിക്ക് സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ഥാനമാനങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ അള്ളാഹുവിന് എന്നോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, അള്ളാഹു തൽക്കാലം എനിക്ക് ഇളവ് തന്നിരിക്കുന്നു എന്നൊരിക്കലും വിചാരിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ കാന യുരീദുൽ ആജില അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദു സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ. ഈ ഐഹിക ജീവിതത്തിലെ സുഖസൗകര്യങ്ങളാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു അത് തടയില്ല. അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ, നാം ഉദ്ദേശിക്കുന്നവർക്ക് ധാരാളമായി അതിൽ നിന്ന് നൽകുമെന്നാണ്. സമ്പത്തിൽ വർധനവുണ്ടാകും, കച്ചവടത്തിൽ വർധനവുണ്ടാകും, അതൊക്കെ അള്ളാഹു നൽകുന്നതാണ്. പക്ഷേ സുമ്മ യസ്ലാഹാ ജഹന്നം, പിന്നീട് അവൻ നരകത്തിൽ